എൻ്റെ പേര് ജോയ് കേക്കെന്നാണ്. എൻ്റെ വീട് മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിലാണ്. ഞാൻ ആലുവ UC കോളേജിലാണ് BA പഠനം പൂർത്തിയാക്കിയത്. അത് കഴിഞ്ഞ് ഇപ്പോൾ തിരുവനന്തപുരത്ത് കമ്പ്യൂട്ടർ കോഴ്സ് ചെയ്യുന്നു ജ്യോതിർഗമയിൽ. മലയാള സിനിമയിൽ ഒരുപാട് ജനപ്രിയ സിനിമകൾ സമ്മാനിച്ചിട്ടുള്ളൊരു സംവിധായകനാണ് പ്രിയദർശൻ. ഒരുപാട് നമ്മളെപ്പോഴും ഓർക്കുന്ന ചില ഹാസ്യാത്മകമായ രംഗങ്ങളാണെങ്കിലും അല്ലെങ്കിൽ പ്രണയരംഗങ്ങളാണെങ്കിലും ഒക്കെ അദ്ദേഹത്തിൻ്റെ സിനിമകളിലുണ്ട്. ആ ഒരു ഇതിനെ ഞാൻ മാനിക്കുന്നു. പക്ഷേ ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ കഴിഞ്ഞ 16 വർഷം അല്ലെങ്കിൽ ഒരു 10-16 വർഷമായിട്ട് അതിൽ നിന്നും വ്യത്യസ്തമായിട്ടൊരു നല്ല പ്രിയദർശൻ സിനിമ കണ്ടു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇപ്പോൾ ഈ ഒരു 2000 തൊട്ട് നോക്കുവാണെങ്കിൽ ഇറങ്ങിയിട്ടുള്ള മിക്ക സിനിമകളും ഒരു തരത്തിലില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ എനിക്ക് അത്ര നമുക്ക് അങ്ങനെ അംഗീകരിക്കാൻ പറ്റുന്ന സിനിമകളായിരുന്നില്ല. ഇതെല്ലാം കേരളത്തിലെ പല സ്ഥലങ്ങളിൽ പല സമയങ്ങളിൽ നടന്ന സംഭവങ്ങളാണ്. ഞാനൊരിക്കലും പ്രതീക്ഷയോട് കൂടിയിട്ടല്ല ഈ സിനിമയെ സമീപിച്ചത്. കാരണം സാധാരണ ഒപ്പത്തിനകത്ത് ജയരാമൻ എന്ന് പറഞ്ഞ ലാലേട്ടനെ അവതരിപ്പിച്ച കഥാപാത്രം ഒരന്ധനാണ്. സാധാരണ മലയാള സിനിമയിൽ പ്രേംനസീറിൻ്റെ ഒരു കാലഘട്ടമൊന്നുമല്ല ഞാൻ പറയുന്നത്, അതിനുശേഷം ഒരു 90-ന് ശേഷമുള്ള കാലഘട്ടങ്ങളിലൊക്കെ മലയാള സിനിമയിൽ ബ്ലൈൻഡിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ടുള്ള രീതിയിലാണ്. കാരണം ചില സിനിമകൾ എടുത്തു പറയേണ്ടി വരും. ഇപ്പോൾ പ്രിയദർശൻ്റെ അല്ല, മറ്റു സിനിമകൾ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒന്നെങ്കിൽ തനി കോമാളികളായിട്ടോ പൊട്ടന്മാരായിട്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നിനും കഴിയാത്ത കുറേ ആ ഒരു തരത്തിലേക്കൊക്കെയാണ് സാധാരണഗതിയിൽ. ഇപ്പോൾ ഈവൻ നമ്മുടെ ഒരു നടന് സംസ്ഥാന അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്ന് പറയുന്ന സിനിമകളിൽ പോലും വളരെ ബാഡായിട്ടാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. കാരണം സ്വന്തം കാര്യങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു അന്ധൻ എന്ന് പറയുമ്പോൾ അത് അന്ധനല്ല മന്ദനാണ്. അപ്പം ആ ഒരു സെൻസിലാണ് അതിനെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ പിന്നെ വന്നിട്ടുള്ള സിനിമകളാണെങ്കിൽ ബ്ലൈൻഡിനെ കുറിച്ച് പൊക്കി പറയുന്നത്, അതായത് നമുക്ക് വേറെ എന്തൊക്കെയോ കുറേ സെൻസ് കൂടുതലാണ് എന്ന് പറയുന്ന രീതിയിൽ. ഇപ്പോൾ ഹാപ്പി ജേണിയൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇതിനകത്ത് കുറച്ച് ഡയലോഗ്സൊക്കെ ആ രീതിയിൽ പറയാവുന്നതാണ്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ഒരിക്കലുമില്ല. നമ്മളൊരു റിയലിസ്റ്റിക് ആയിട്ടാണ് ബ്ലൈൻഡിനെ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത്. എങ്കിൽ പോലും അതിനകത്തൊരു ന്യൂനത എന്ന് പറയുമ്പോൾ പല സിനിമകളിലും കാണിക്കുന്ന ബ്ലൈൻഡ്സ് യൂസ് ചെയ്യുന്ന ഉപകരണങ്ങൾ എന്നുള്ള രീതിയിൽ കാണിക്കുന്ന ഒരു വൈറ്റ് കെയിൻ, അല്ലെങ്കിൽ നമ്മൾ ടച്ച് ചെയ്ത് നോക്കുന്ന ബ്രെയിൽ വാച്ച്, അതല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് ബോൾ, ഈ ഒരു സാധനം മാത്രമേ സാധാരണഗതിയിൽ ഒരു ബ്ലൈൻഡ് യൂസ് ചെയ്യുന്നൊരു മെറ്റീരിയലായിട്ട് പലപ്പോഴും ബ്ലൈൻഡിനെ, അതായത് അന്ധരായുള്ള ഒരു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന അന്ധരായിട്ടുള്ള കേന്ദ്ര കഥാപാത്രങ്ങൾ വരുമ്പോൾ സാധാരണ രീതിയിൽ വിഷ്വലൈസ് ചെയ്യുന്നത് ആ ഒരു തരത്തിൽ മാത്രമാണ്. അത് ഈ സിനിമയിലും വലിയ വ്യത്യാസമൊന്നുമില്ല. കാരണം ഈ ലാലേട്ടൻ യൂസ് ചെയ്യുന്ന ഒരു ബ്രെയിൽ വാച്ച്, നമുക്ക് ട്രെയിലറിൽ തന്നെ കാണുമ്പോൾ പറയാം, സമയം മണി 7 കഴിഞ്ഞല്ലോ എന്ന് പറഞ്ഞിട്ട് ഈ വാച്ച് തുറന്ന് നോക്കുന്നു ഈ സാധനം, ഇത് അതുപോലെ യൂസ് ചെയ്യുന്ന കെയിൻ, ഈ 2 സാധനത്തിനകത്ത് മാത്രമേ ഇത് തന്നെയാണ് പല സിനിമകളിലും ഉണ്ട്. ഈ ബ്രെയിൽ വാച്ച് എന്ന് പറയുന്നൊരു സാധനം പല സിനിമകളിലും ഇല്ല. ഇപ്പോൾ മറ്റു പല കേന്ദ്ര കഥാപാത്രമുള്ള സിനിമകളാണെങ്കിൽ ഇപ്പോൾ മുഖത്ത് വെയിലടിച്ചപ്പോഴാണ് സമയം മനസ്സിലായതെന്നൊക്കെ പറയുന്ന പല സിനിമകളും നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ എങ്കിൽ പോലും വളരെ റിയലിസ്റ്റിക്കായിട്ടും എന്നാൽ ഒരുപാട് പൊക്കി പറയാതെ, എന്നാൽ നമ്മളെ ഒരുപാട് താഴ്ത്തി കാണിക്കാതെ യാഥാർത്ഥ്യത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് സംവിധായകൻ അതിനെ ആ ഒരു കഥാപാത്രത്തെ സൃഷ്ടിക്കുന്നതിൽ ഒരു സമീപനം പുലർത്തി എന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള കാര്യമാണ്. പിന്നെ ഇപ്പം കഴിഞ്ഞ 6 വർഷങ്ങൾക്കുള്ളിൽ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ആക്ടേഴ്സാണ് അജു വർഗീസ് ആണെങ്കിലും ചെമ്മൻ വിനോദ് ആണെങ്കിലും ഇവരൊക്കെ. അപ്പോൾ ഇവരൊക്കെ സാധാരണ പ്രിയദർശൻ സിനിമകളിൽ അങ്ങനെ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ അവരെയൊക്കെ യൂസ് ചെയ്ത് അതും നല്ല കഥാപാത്രങ്ങൾ തന്നെ കൊടുത്ത് ചെയ്യിക്കാൻ ശ്രമിച്ചു എന്ന് പറയുന്നത് ഒരു വളരെ നല്ല കാര്യമാണ്. പിന്നെ ഒരു പ്രേക്ഷകൻ ഒരിക്കലും സാധാരണ ഒരു പ്രിയദർശൻ ടച്ച്, അതായത് അങ്ങനെ ആഗ്രഹിച്ചു പോകുന്നവർ ഈ സിനിമ ചിലപ്പോൾ അവർക്ക് അത്രത്തോളം ഗ്രഹിക്കണം എന്നില്ല എന്ന് വരാം. പക്ഷേ നമ്മൾ എന്ന് കരുതി സിനിമയ്ക്കകത്ത് ഹാസ്യമില്ലായ്മയോ ഹാസ്യത്തിന് പ്രാധാന്യം ഇല്ലായ്മയോ അങ്ങനെയൊന്നുമില്ല. ഹാസ്യമുണ്ട്,
പ്രത്യേകിച്ച് സെക്കൻഡ് ഹാഫിലൊക്കെ ഒരുപാട് ചിരിക്കാൻ, അത് തിയേറ്ററിൽ നിന്നുള്ള റെസ്പോൺസ് നമ്മൾ നേരിട്ട് കാണുന്നതാണ്, നമ്മൾ അനുഭവിച്ചറിഞ്ഞതാണ്. അപ്പോൾ അങ്ങനെ ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട്. പക്ഷേ ആ രീതിയിൽ മാത്രം ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യുന്ന, ഒരു ഫെസ്റ്റിവലിൽ മാത്രം കുറേ ഫാമിലിയായിട്ട് കണ്ടു എൻജോയ് ചെയ്ത് കുറേ ചിരിച്ചു വരാം എന്ന് മാത്രം കരുതി പോകുന്നവർക്ക് ചിലപ്പോൾ സിനിമ ആപ്റ്റായി തോന്നണമെന്നില്ല. ഇനി 4 ദിവസവും കൂടിയുള്ള ആനുവൽ ഡേക്ക്, അതും പോയി. ആര് പറഞ്ഞു പോയിന്ന്? എന്റെ മിന്നാമിനിങ്ങിനെ ഒരു പാട്ട് പഠിപ്പിച്ചിട്ടേ രാമച്ചൻ പോകുന്നു. അതിനുവേണ്ടി ഒരു പാട്ടെടുത്ത് പോക്കറ്റിലിട്ടോണ്ടാ രാമച്ചൻ വന്നിരിക്കുന്നത്. ഓ, തുടങ്ങിയെടുത്ത പുളി പാട്ടും പോക്കറ്റും. പിന്നെ മ്യൂസിക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ ഇപ്പം പ്രിയദർശൻ്റെ 2 കഴിഞ്ഞ കാലത്ത് ഇടയ്ക്ക് മറ്റേ ആമയും മുയൽ എന്ന് പറഞ്ഞ സിനിമ, മാലാമൽ വീക്ക്ലി എന്ന് പറഞ്ഞ സിനിമയുടെ വിവർത്തനമായിട്ടുള്ള ആമയും മുയൽ എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ഈവൻ അറബി മാധവൻ നാരോട്ടകം എന്ന് പറഞ്ഞ സിനിമയാണെങ്കിലും ഒക്കെ മ്യൂസിക് അത്ര ആപ്റ്റായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം അങ്ങനെ എടുത്തു പറയാവുന്ന ഒരു പാട്ടോ, നമുക്ക് എപ്പോഴും മനസ്സിൽ നിൽക്കുന്നൊരു പാട്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അത് മറ്റു പല പാട്ടുകളുമായിട്ട് നല്ല സാമ്യത തോന്നുകയും ചെയ്തിരുന്നു, ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണെങ്കിലും ഒക്കെ. പക്ഷേ ഇത് അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് സംവിധായകൻ സമീപിച്ചു. അതുപോലെ ലാലേട്ടൻ്റെ ആക്ടിങ് ആണെങ്കിലും ഇപ്പോൾ ദൃശ്യത്തിന് ശേഷം മോഹൻലാൽ എന്ന് പറയുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു നടൻ്റെ നല്ല സിനിമ നമ്മൾ കണ്ടു എന്ന് തന്നെയാണ് അതിൻ്റെ ഒരു സത്യം. കാരണം ദൃശ്യത്തിന് ശേഷം ഒരു നല്ല സിനിമ ലാലേട്ടിൽ നിന്നും ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് അംഗീകരിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു. മണി 7 സാധാരണ നമ്മൾ പ്രിയദർശൻ്റെ ഒരു കോമ്പിനേഷൻ എടുത്ത് നോക്കുവാണെങ്കിൽ പ്രിയദർശൻ സത്യനന്ദിക്കാടിൻ്റെ സിനിമയിലൊക്കെ ഉണ്ടാകുന്ന ഒരു ഇതാണ് മാമ്പുക്കോയ, ഇന്നസെൻ്റ്, നെടുമുടി വേണു. ആ ഒരു സാധനം എപ്പോഴും ഇവരുടെ ഈ 2 സംവിധായകരുടെ സിനിമയിൽ ഉണ്ട്. ആ ഒരു കൂട്ടുകെട്ട് ഇപ്പോഴും അദ്ദേഹം പുതിയ നടന്മാരെയും പുതിയ താരങ്ങളെയൊക്കെ തൻ്റെ സിനിമകളിൽ സ്ഥാനം കൊടുക്കുന്ന പോലെ തന്നെ അവർക്കും വ്യക്തമായിട്ടൊരു നല്ല പരിഗണന കൊടുക്കുകയും നല്ല വേഷങ്ങൾ കൊടുക്കുകയും മൊത്തത്തിൽ സിനിമ നല്ല രീതിയിലൊരു എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചിടത്തോളം. എന്ന് പറയുന്ന സിനിമയിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടനെ ഞാൻ വിലയിരുത്തുന്നത് തീർച്ചയായിട്ടും ഒരു ബ്ലൈൻഡ് എന്ന നിലയിലും ഒരു പ്രേക്ഷകൻ എന്ന നിലയിലും അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ ഞാൻ 100% സംതൃപ്തനാണ് എന്ന് തന്നെ പറയാം. കാരണം ഇപ്പം ഡയലോഗ് പ്രസൻറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ നടക്കുന്നൊരു രീതി, അപ്പോൾ നമ്മൾ ആദ്യം കെയിൻ്റെ ഇപ്പം നമുക്കത് വിഷ്വൽ ചെയ്യാതെ തന്നെ നമുക്ക് കേട്ട് മനസ്സിലാക്കിയൊരു അനുഭവം വെച്ച് ഞാൻ പറയുന്നത്, ആദ്യം നമ്മൾ കെയിൻ വെക്കുന്നു, പിന്നെ നമ്മൾ നമ്മുടെ കാലിൻ്റെ ആ ഒരു പാദത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. അങ്ങനെ തന്നെയാണ് നമ്മൾ നടക്കുന്നത്, ഒരു ബ്ലൈൻഡ് നടക്കുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ അതിന് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളെന്ന് പറയാവുന്നതും എന്നാൽ അത്ര മൈന്യൂട്ട് അല്ലാത്തതുമായിട്ടുള്ള ഇത്തരം കാര്യങ്ങൾ തന്നെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എത്രത്തോളം ആ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കഥാപാത്രത്തെ ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ട് അദ്ദേഹം എത്രത്തോളം ശ്രമിച്ചു എന്നത് ഈ ഒരു ഇതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എനിക്ക് വളരെ ഇതായിട്ടാണ് തോന്നിയിട്ടുള്ളത്. ആ ഒരു 100% ഞാൻ സംതൃപ്തനാണ് ആ ഒരു കഥാപാത്രം. മിനുങ്ങും മിന്നമിനുങ്ങി മിന്നി മിന്നി തേടുന്നതാരേ മരുമോ ചാരേ നിന്നച്ഛൻ